ആദ്യ മൊഴി കേൾക്കുന്ന ആർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എന്തുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന മറ്റ് 3 പേർ ഈ സംഭവത്തെ എതിർത്തില്ല, അവർക്ക് ഇതിൽ പങ്കില്ല, അവരോട് ഇത് പറഞ്ഞില്ല എന്നുള്ള സംശയങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതിൽ നിന്നും നമുക്ക് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് ജോസ്മോൻ്റെ ആദ്യ മൊഴിയിൽ നിന്ന് ചില കാര്യങ്ങൾ ജോസ്മോൻ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ കേസിൽ ജോസ്മോൻ്റെ ഭാര്യയായ സിന്ധു എന്നറിയപ്പെടുന്ന ജെസ്സിമോൾ, അതായത് ജാസ്മിൻ്റെ അമ്മയാണ്, ഏഞ്ചൽ ജാസ്മിൻ്റെ അമ്മയാണ്. അവർക്ക് കൃത്യമായ പങ്ക് ഈ കൊലപാതകത്തിലുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള മൊഴിയാണ് ജോസ്മോൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജെസ്സിമോളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് പുറമെ ഇനി മറ്റ് 2 പേർ, അതായത് ഈ ജോസ്മോൻ്റെ അച്ഛനും അമ്മയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അവരെ കൂടി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ആലോചനയിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. നിലവിൽ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം 2 ആയി. അത് അച്ഛനും അമ്മയുമാണ്. സ്വന്തം മകളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അച്ഛനെയും അമ്മയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ജെസ്സിമോളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നും എന്താണ് ജെസ്സിമോളുടെ പങ്ക് ഇതിൽ എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തത വരും. നിലവിൽ ഈ ആദ്യ ചോദ്യം ചെയ്യൽ, അതായത് വീട്ടിൽ വൈകി എത്തിയത് ആദ്യം ചോദ്യം ചെയ്തത് ജെസ്സിമോളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിനുശേഷം ജെസ്സിമോളുമായി ഈ ഏഞ്ചൽ ജാസ്മിൻ തർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് അതിലേക്ക് ഈ പിതാവ് ഇടപെടുന്നു. അങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ കഴുത്തിലെ 2 ഞരമ്പുകൾ, 2 രക്തക്കുഴലുകൾ പൊട്ടിപ്പോയി, അങ്ങനെയാണ്, അതാണ് മരണകാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ജെസ്സിമോളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അശ്വിൻ. കാരണം ഇയാൾ ഇത് സ്ഥിരമായി ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാളാണോ, അതിക്രൂരമായി മർദ്ദിക്കുന്ന ചില മാതാപിതാക്കളെ കുറിച്ച്, പ്രത്യേകിച്ച് പിതാവ് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് പലയിടങ്ങളിലും നമ്മൾ അങ്ങനെ കേൾക്കാറുള്ളതാണ്. അതുപോലെയുള്ള ഒരാളാണോ, അത് ഈ വൈകി എത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇത്ര ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ, അതോടൊപ്പം തന്നെ ഈ കുട്ടി വിവാഹിത ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇതിനു പിന്നിൽ? ഈ അയൽവക്കക്കാരുമായും ഒപ്പം അവിടുത്തെ പഞ്ചായത്ത് അംഗവും ഒക്കെ സംസാരിച്ചിരുന്നു. അതായത് അത്ര പ്രശ്നക്കാരായ വീട്ടുകാരല്ല ഇവർ തമ്മിൽ. നേരത്തെ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. മകളെ അത്ര മർദ്ദിക്കുന്ന സംഭവങ്ങളൊന്നും ഇതിനു മുൻപ് ആരും കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല. പക്ഷേ ഈ സംഭവം ഇത് നിരന്തരമായി വൈകി വരുന്നതിനെ ചോദ്യം ചെയ്തതിൽ മകൾക്കുണ്ടായ പ്രകോപനം, അതിൽ തർക്കത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് ഇത് നീങ്ങി എന്നുള്ളതാണ്. അതിന് മുൻപ് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് ഒരുപക്ഷേ ജെസ്സിമോളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത കൈവരും എന്നുള്ളതാണ് പോലീസും അനുമാനിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ ജെസ്സിമോളുടെ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ജോസ്മോൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നെന്ന് അറിഞ്ഞപ്പോൾ ഓമനപ്പുഴ ഗ്രാമം വലിയ ഞെട്ടലിലാണ്. കാരണം പൊതുവെ ശാന്തനായി നാട്ടുകാർക്ക് മുന്നിൽ പരോപകാരിയായ ജോസ്മോനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നാട്ടുകാരൻ ചോദിച്ചതും. ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു. പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല, അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. എന്നിട്ടും 28 വയസ്സുകാരിയെ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതേസമയം സഹി കെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത്. വീട്ടിലെല്ലാവരും നിരന്തരം ഉപദ്രവിക്കും, എപ്പോഴും വഴക്കാണ്, പറഞ്ഞാൽ അനുസരണയുമില്ല, സഹികെട്ട് ചെയ്തു പോയതാണ് സാറേ. ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം. അതേസമയം ഏഞ്ചൽ സ്ഥിരമായിട്ട് രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലിയും ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാരെ ചിലർ ഏഞ്ചലിന്റെ രാത്രി യാത്ര ശരിയല്ല എന്ന മട്ടിൽ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ചൊവ്വാഴ്ച രാത്രി പുറത്തു പോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു. ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി. വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ ഞെരിച്ചു. തുടർന്നാണ് തോർത്തിട്ട് മുറുക്കിയതും. ഫ്രാൻസിസ് എന്ന ജോസ്മോന്റെ കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചതും ഈ ഒരു ഏഞ്ചലിന്റെ ആത്മഹത്യ ആണെന്നാണ്. അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് പോലീസ് കരുതിയത്. പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണെന്നുള്ളത് സംശയിക്കാൻ കാരണം. ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നായിരുന്നു നാട്ടുകാരൻ ചോദിക്കുന്നത്. പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിലെ ഒഴിവ് സമയങ്ങളിൽ ബോട്ടുകളും സഹായിയായി പോയാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത്. ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കങ്ങളും രാത്രിയാത്രയുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും ഈ ഒരു കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല. കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല. ഏഞ്ചലിനെ ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത്. പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ഏഞ്ചൽ ജാസ്മിൻ അവരോടും എന്ന് വഴക്കുകൂടി. എന്തായാലും അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് 28 വയസ്സുകാരിയെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് ഓമനപ്പുഴ കുടിയാശ്ശേരിയിലെ ഏഞ്ചൽ ജാസ്മിൻ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ജോസ്മോൻ അഥവാ ഫ്രാൻസിസിനെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മ ജെസ്സിക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കും. ചൊവ്വാഴ്ച രാത്രി 11-ഓടെയാണ് വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത്. കൊലപാതക സമയത്ത് താനും ഒപ്പമുണ്ടായിരുന്നത് ഏഞ്ചലിന്റെ അമ്മ ജെസ്സിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ഇവരെയും കേസിൽ പ്രതി ചേർക്കും. കഴുത്തിലെ 2 രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായിട്ട് ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം PJ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് മൃതദേഹം ചിറ്റിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3 വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് 5 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു.
ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നതിന് പതിവായിരുന്നു. ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച വൈകുന്നേരത്ത് സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തുപോയി. തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായിട്ട് മൽപ്പിടുത്തമുണ്ടായി. ഇതിനിടെയാണ് തറയിൽ വീണ തോക്കുപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. ഈ സമയം ജെസ്സിയും കൂടെ ഉണ്ടായിരുന്നു. ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോഴാണ് ഏഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട് അസ്വാഭാവികത തോന്നിയത്. പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇൻസ്പെക്ടറിന്റെ ചോദ്യം ചെയ്യുന്നതിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവിയറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്തതിനു ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു. സംഭവ സ്ഥലത്ത് ഫ്രാൻസിസിന്റെ ഭാര്യ ജെസ്സിയും പിതാവ് സേവിയറും മാതാവ് സൂസിയും വീട്ടിലുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഇവർ 4 പേരും അതേ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഇന്നലെ പുലർച്ചെ 6ഓടെയാണ് വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത്. മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ല എന്നും എന്ത് സംഭവിച്ചെന്നും അറിയില്ല എന്നുമാണ് കുടുംബം ബന്ധുക്കളെയും അയൽവാസികളെയും അറിയിച്ചത്.